തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാര കസേര ലക്ഷ്യമിട്ട് അണിയറയിലൊരുക്കിയ ആ ഒരു വൻ ചതിക്കഥ ഒടുവിൽ പൊളിഞ്ഞു വീണിരിക്കുന്നു. ബി.ജെ.പിയുടെ വോട്ട് ബാങ്കായ ജനപ്രിയ കൗൺസിലർ ആർ സുഗതന്റെ കൗൺസിലർ സ്ഥാനം അങ്ങ് തെറിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച കട്ടയും പാരയും എടുത്തിറങ്ങിയ ഇടത് സിൻഡിക്കേറ്റുകൾക്ക് ഇപ്പോൾ മുഖത്തേറ്റത് കനത്ത പ്രഹരം തന്നെയാണ്. ബി.ജെ.പിയെ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് നിന്നും ഒന്ന് എറിഞ്ഞോടിക്കാമെന്ന ആഗ്രഹങ്ങളെല്ലാം പൊലിഞ്ഞുപോയി. സുഗതന്റെ സ്ഥാനം പോകൂ എന്നോർത്ത് ബി.ജെ.പി ക്യാമ്പിൽ ഹാർട്ട് ബീറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞ് ക്യാപ്സ്യൂളും ഇറക്കി നടന്ന സൈബർ സഖാക്കളുടെ നെഞ്ചിടിപ്പാണ് ഇപ്പോൾ ഇരട്ടി ആയിരിക്കുന്നത്. അതെ, ആരും പ്രതീക്ഷിക്കാത്ത ആ വമ്പൻ തെളിവ് ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഇടത് സൈബർ സഖാക്കൾക്കും ഇടത് നേതാക്കൾക്കും എല്ലാം നല്ലൊരു പണിയും കിട്ടി. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച കൗൺസിൽ യോഗത്തിൽ സുഗതൻ എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കൗൺസിലർ പദവി ഒരു ഇഞ്ച് പോലും അനങ്ങില്ല. നിയമത്തിന്റെ പഴുതുകൾ നോക്കി ബി.ജെ.പിയെ താഴെ ഇറക്കാൻ നോക്കിയവർ സ്വന്തം കുഴിയിലാണ് വീണിരിക്കുന്നത്. വെറും വീഴ്ചയല്ല, നല്ല ഒന്നൊന്നര വീഴ്ചയാണ്. കഥ എന്തായാലും അവിടെയും തീരുന്നില്ല. മേയറുടെ ചേംബറിലേക്ക് ഇരച്ചു കയറി തിരുവനന്തപുരം നഗരപിതാവായ വി രാജേഷിനെ ശാരീരികമായി ആക്രമിച്ച് നിലത്തിട്ട് ചവിട്ടിയ ആ ഇടത് കൗൺസിലർമാരുടെ യഥാർത്ഥ അജണ്ട എന്തായിരുന്നു? ഇതിനൊക്കെ നമുക്കൊരു മറുപടി വേണ്ടേ? കഴിഞ്ഞ ദിവസം അവരുടെ പേക്കൂത്തുകളെല്ലാം നമ്മൾ കണ്ടു നിന്നു. ഇനിയും അതാവുമോ? എന്തായാലും അവർ ലക്ഷ്യമിട്ടത് കേവലം ഒരു സത്യപ്രതിജ്ഞാ ലംഘനമായിരുന്നില്ല. അതോ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനുള്ള വലിയൊരു ഗുണ്ടാ പ്ലാനാണോ? നീട്ടിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നെഞ്ചും വിരിച്ച് നടന്നു എന്ന് സ്വന്തം നേതാവിനെ കുറിച്ചൊക്കെ വീരവാദം പറയുന്ന ഇതേ സഖാക്കൾ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന മേയറെ വഴിതടഞ്ഞ് ആക്രമിച്ചത് എന്തിന്റെ പേരിലാണ്? നിയമവും നീതിയും സമാധാനവും പ്രസംഗിക്കുന്ന ഇടത് യൂണിയനുകളുടെ ഇരട്ടത്താപ്പിന്റെ മുഖം മൂടിയാണ് ഇന്ന് നമ്മൾ അഴിച്ചു മാറ്റാൻ പോകുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ കോർപ്പറേഷനെ കുരുക്ഷേത്രമാക്കിയത്? എന്താണ് ഇനി വരാൻ പോകുന്ന ആ വമ്പൻ നിയമ പോരാട്ടം? സസ്പെൻസ് നിറഞ്ഞ ആ സത്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരുമ്പോൾ ഇടത് ക്യാമ്പ് ശരിക്കും കിടന്നങ്ങട് വിറയ്ക്കുകയാണ്. കാണാം ഈ അട്ടിമറി ശ്രമത്തിന്റെ പൂർണ്ണരൂപം. നമുക്കാദ്യം ആ നട്ടാൽ കുരുക്കാത്ത അസംബന്ധ പ്രചാരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ബി.ജെ.പിയുടെ വാഴോട്ടുകോണം കൗൺസിലറായ ആർ സുഗതനെ അയോഗ്യനാക്കാൻ വേണ്ടി എന്തെല്ലാം പുകലുകളാണ് ഇടതുപക്ഷം ഇവിടെ ഉണ്ടാക്കിയത്. സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് തടയണമെന്നൊക്കെ ഓർത്ത് സുഗതൻ തുടർച്ചയായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് കൗൺസിലർ സ്ഥാനം റദ്ദാക്കണം, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിന്റെ പേരിൽ ചാനലുകളിൽ വന്നിരുന്ന വലിയ വലിയ ജനാധിപത്യവാദികളായ ഇടത് നേതാക്കൾ, ഓർക്കണം ജനാധിപത്യത്തിനെ കുറിച്ച് ആരാണ് വെല്ലുവിളിക്കുന്നതെന്ന്, എന്തായാലും ആ നേതാക്കൾ എന്തെല്ലാം ഗിരിപ്രഭാഷണങ്ങളാണ് നടത്തിയത്. ബി.ജെ.പി ക്യാമ്പ് ഭയന്ന് വിറച്ചിരിക്കുകയാണെന്ന രീതിയിലായിരുന്നു ഇവരുടെ സൈബർ ഗ്രൂപ്പുകളിലെ തള്ളുകളെല്ലാം തന്നെ. എന്നാൽ മുനിസിപ്പൽ നിയമത്തിലെ ആ കർശന വ്യവസ്ഥ കൃത്യമായി പഠിച്ച ബി.ജെ.പി നേതൃത്വം നൽകിയ മറുപടിയിലാണ് ഇപ്പോൾ എതിരാളികളുടെ വാദങ്ങൾ പച്ചക്കറി പോലെ അരിഞ്ഞ് വീഴ്ത്തിയിരിക്കുന്നത്. നിയമപ്രകാരം തുടർച്ചയായി 3 ഔദ്യോഗിക കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയോ അതുമല്ലെങ്കിൽ കൃത്യമായ അവധി അപേക്ഷ നൽകാതിരിക്കുകയോ ചെയ്താൽ മാത്രമേ ഒരു കൗൺസിലറുടെ അംഗത്വം അയോഗ്യമാക്കാൻ സാധിക്കൂ. ഓർത്തു വെച്ചോളൂ. ഇവിടെയാണ് സഖാക്കൾക്ക് കണക്കിൽ ചില തെറ്റുകൾ പറ്റിയത്. പണ്ടേ കണക്കിൽ അവർ മിടുക്കരായിരുന്നു എന്നറിയാമല്ലോ. പുറത്തു വന്ന ഔദ്യോഗിക രേഖകൾ പ്രകാരം കഴിഞ്ഞ ഏപ്രിൽ 27 നടന്ന അതിപ്രധാനമായിട്ടുള്ള കൗൺസിൽ യോഗത്തിൽ ആർ സുഗതൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നതോടെ നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ വെറും ഒരു യോഗത്തിൽ മാത്രമാണ് സുഗതൻ വിട്ടു നിന്നിട്ടുള്ളത്. അതായത് ഈ വരുന്ന തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന യോഗത്തിൽ സുഗതന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കൗൺസിലർ സ്ഥാനത്തിന് യാതൊരുവിധ ഭീഷണിയും ഇല്ല. പൊളിഞ്ഞില്ലേ? സകല കാട്ടിക്കൂട്ടലുകൾക്കുള്ളത് കിട്ടിയില്ല നല്ലോണം. അദ്ദേഹം പൂർണ്ണമായും സുരക്ഷിതനായ സേഫ് സോണിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഒരു 2 യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല എങ്കിൽ മാത്രമേ അയോഗ്യത എന്ന വാളെടുക്കാൻ പോലും നിയമപരമായി സാധിക്കൂ. ഈ കൃത്യമായ സാവകാശം ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ നിന്നും ആവശ്യമായ ഇളവുകൾ നേടിയെടുക്കാനുള്ള നിയമപരമായ നീക്കങ്ങൾ ബി.ജെ.പി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. തോറ്റുകൊടുക്കാൻ ബി.ജെ.പി തയ്യാറല്ല എന്ന ധീരമായ നിലപാടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിലും തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ബി.ജെ.പിയെ തന്നെയാണ് വേണ്ടത്. ഈ നിയമപരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതോടെയാണ് ഇടതുപക്ഷത്തിന് സമനില തെറ്റിയത്. ജയിലിൽ കിടന്നുകൊണ്ട് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത് സാങ്കേതിക കാരണങ്ങളാൽ ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് നിയമപരമായി നേരിടേണ്ട ഒരു വിഷയം മാത്രമാണ്. സുഗതന് ജയിൽ വിട്ട് പുറത്തു വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ലീഗൽ വഴികൾ പാർട്ടി കൃത്യമായി നോക്കുന്നുമുണ്ട്. പക്ഷേ കോടതി ഉത്തരവിന്റെ പേരും പറഞ്ഞ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ആസ്ഥാനത്ത് ഇടതുപക്ഷം അഴിച്ചുവിട്ടത് എന്തായിരുന്നു? ഇന്നലെ നമ്മൾ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്നത് കണ്ടതാണല്ലോ. ജനാധിപത്യ പ്രതിഷേധമായിരുന്നു അത്. ഒരിക്കലുമല്ല. ജനാധിപത്യത്തിന്റെ വില പോലും അറിയാത്ത വെറും കപട നേതാക്കൾ മാത്രമാണ് അവർ.
അക്ഷരാർത്ഥത്തിൽ ഒരു കുരുക്ഷേത്ര കളമാക്കി മാറ്റാനാണ് ഇടതുപക്ഷം കോർപ്പറേഷനിൽ ശ്രമിച്ചത്. ഹൈക്കോടതി ഉത്തരവ് തങ്ങൾക്ക് അനുകൂലമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് LDF കൗൺസിലർമാരും അവരുടെ യൂണിയൻ ഗുണ്ടകളും ചേർന്ന് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ, ഭരണം കിട്ടിയില്ലെങ്കിൽ എത്രത്തോളം ഭ്രാന്ത് പിടിക്കുമെന്ന് നമ്മൾ കണ്ടറിഞ്ഞു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ഇവിടെ നടന്നത് എന്താണ്? അതിനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുമോ? ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തലസ്ഥാന നഗരിയുടെ മേയറായ VV രാജേഷിനെ ഓഫീസിലേക്ക് കടത്തിവിടാതെ വഴി തടയുക, മേയറുടെ ചേംബറിലേക്കുള്ള വഴി മുഴുവൻ LDF അംഗങ്ങൾ ഗുണ്ടകളെപ്പോലെ എന്ന് പറയേണ്ട ഗുണ്ടകൾ തന്നെ അങ്ങനെ നിലയുറപ്പിച്ച് VV രാജേഷ് എന്ന ശക്തനായ നേതാവിനെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാം, ഇതായിരുന്നു അവരുടെ വിചാരം. എന്നാൽ അവർക്ക് തെറ്റി. ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി മറ്റൊരു വഴിക്ക് ഒളിച്ചു പോകാൻ VV രാജേഷ് എന്ന BJP നേതാവ് തയ്യാറായില്ല. ജനങ്ങൾ തനിക്ക് നൽകിയ അധികാരം ഉയർത്തിപ്പിടിച്ച്, തന്റെ നട്ടെല്ല് നിവർത്തിപ്പിടിച്ച്, തന്റെ സ്ഥിരം വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. പിന്നെ അവിടെ നടന്നത് സമാനതകളില്ലാത്ത അക്രമ താണ്ഡവമാണ്. ഉന്തും തള്ളും അതിര് കടന്നു. ഒരു മേയറാണെന്ന പരിഗണന പോലും നൽകാതെ LDF അംഗങ്ങൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, കഴിഞ്ഞ ഭരണത്തിൽ ഈ ഇടത് മേയർ അവിടെ കാണിച്ചു കൂട്ടിയ പുകിലുകൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ അന്നത്തെ പ്രതിപക്ഷം എന്തൊക്കെ കാണിച്ചു കൂട്ടണമായിരുന്നു? ഇതാണ് സംസ്കാരം എന്ന കാര്യത്തിലെ വ്യത്യാസം. BJPയും ഇടതും തമ്മിൽ ആനയും ആടും പോലെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. LDF അംഗമായ സിന്ധു ശശിയുടെ നെറ്റി മുറിഞ്ഞതും മേയറുടെ കണങ്കാലിന് പരിക്കേറ്റതും എല്ലാം ഈ ഇടത് അക്രമത്തിന്റെ നേരിട്ടുള്ള ഫലങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ സഖാക്കളുടെ ആ പഴയ ചരിത്രവും നിലപാടും എടുത്ത് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ജനാധിപത്യവും നിയമവും പറഞ്ഞ മേയറെ തല്ലിച്ചതച്ച ഈ വിപ്ലവ സിംഹങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ ഇടത് സർക്കാരുകൾ കേരളവും ഈ കോർപ്പറേഷനും ഭരിച്ച സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? അന്ന് കോർപ്പറേഷൻ ഭരണം എന്ന് പറഞ്ഞാൽ ഗുണ്ടകളുടെയും റൗഡികളുടെയും വിളയാട്ട കേന്ദ്രമായിരുന്നു. പിന്നെ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് ഒരിക്കലും മേയർ ആയിരുന്നില്ല, പാർട്ടി ഓഫീസായിരുന്നു. പിന്നെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും സ്വന്തക്കാരെ തിരുകിക്കയറ്റലിന്റെയും കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. മേയർക്ക് കത്തയക്കാൻ സ്വന്തമായി ആൾക്കാരുള്ള കാലമായിരുന്നല്ലോ അത്. അപ്പോഴൊന്നും ഈ ജനാധിപത്യ ബോധം ഇവരുടെ ഉള്ളിൽ നിന്നും ഉണർന്ന് കണ്ടിട്ടില്ല. അതെങ്ങനെയാണ്? അതിലും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, സാക്ഷാൽ കേരളം ഭരിച്ച ഇവരുടെ പരമോന്നത നേതാവ് പണ്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, നീട്ടിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നെഞ്ചും വിരിച്ചു നടന്നു എന്ന്. അങ്ങനെയൊക്കെയുള്ള വലിയ നേതാവിൻ്റെ അനുയായികളാണ് ഇവിടെ ഒരു BJP മേയർ നെഞ്ചും വിരിച്ച് സ്വന്തം ഓഫീസിലേക്ക് നടന്നു വന്നപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ പേടിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാനായി ഓടിയെത്തിയത്. നീട്ടിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ തങ്ങളുടെ നേതാവ് നടന്നപ്പോൾ അത് വലിയ വിപ്ലവം. എന്നാൽ ഒരു BJP മേയർ സമാധാനപരമായി തൻ്റെ ചേംബറിലേക്ക് നടന്നപ്പോൾ അതിവർക്ക് വലിയ ചട്ടലംഘനവും ആക്രമിക്കാനുള്ള കാരണമായി മാറി. അല്ലെങ്കിലും മറ്റൊരു വ്യക്തിയെ ആക്രമിക്കാൻ ഇവർക്കൊക്കെ ആരാണ് ഇവിടെ അധികാരം കൊടുത്തത്? സംസ്ഥാനത്ത് അധികാരമില്ല, നഗരസഭയിൽ അധികാരമില്ല. എന്ത് കഷ്ടം, എന്തൊരു ഇരട്ടത്താപ്പാണ് സഖാക്കളെ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അധികാരം കയ്യിൽ നിന്ന് പോയതിൻ്റെയും കോർപ്പറേഷനിൽ BJP നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെയും അസൂയയും കുശുമ്പും തീർക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മേയറെ തല്ലുക, ഇതാണല്ലോ നിങ്ങളുടെ യഥാർത്ഥ വിപ്ലവം. നിങ്ങളുടെ വിപ്ലവത്തെക്കുറിച്ചൊന്നും പറയാത്തതാണെന്നല്ലോ. അത് ജനങ്ങളുണ്ടല്ലോ നിങ്ങൾ ഇത്രത്തോളം അകറ്റി നിർത്തുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഇതേ വിപ്ലവം തന്നെയാണ്. പണ്ട് 2018 ഇതേ കോർപ്പറേഷനിൽ സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ ഇടത് മേയർ VK പ്രശാന്തിന് പരിക്കേറ്റ സംഭവം വലിയ വിവാദമാക്കാൻ ഇവർ നല്ലോണം ശ്രമിച്ചതാണ്. അന്ന് സഹതാപം വോട്ട് ബാങ്ക് ആക്കാൻ നോക്കിയവർ ഇന്ന് പരസ്യമായി അക്രമം അഴിച്ചുവിട്ട് BJP ഭരണസമിതിയെ തകർക്കാനായി ശ്രമിക്കുന്നു. അതും വെറും ശ്രമമല്ല, നല്ല അടിപൊളി ശ്രമം. അന്നും ഇന്നും തിരുവനന്തപുരം കോർപ്പറേഷനെ അക്രമ രാഷ്ട്രീയത്തിന്റെ താവളമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ഇനി ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇത് തന്നെയാണ് തനിക്കുണം എന്നൊക്കെ പറയാം. BJPയെ സംബന്ധിച്ച് എന്തായാലും ഈ സത്യപ്രതിജ്ഞാ വിഷയവും സുഗതന്റെ കേസും ഒക്കെ പൂർണ്ണമായും നിയമപരമായി തന്നെ നേരിടാനാണ് അവരുടെ തീരുമാനം. അടിയന്തരമായി കോടതിയെ സമീപിച്ച് ആവശ്യമായ നിയമപരമായിട്ടുള്ള ഇളവുകൾ നേടാൻ BJP ലീഗൽ സെൽ സർവ്വസന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. കോടതി വിധി വരുന്നത് വരെ കൗൺസിലർ സുഗതനെ ഒരു വിധത്തിലും അയോഗ്യനാക്കാൻ ഈ ഇടത് ഗുണ്ടായിസത്തെ അനുവദിക്കില്ല എന്ന് BJP നേതൃത്വം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അവരാവോളം ശ്രമിക്കട്ടെ, ആവോളം ചെയ്യട്ടെ. എന്തായാലും ഒന്നും ഉറപ്പാണ്, കോർപ്പറേഷനിലെ ഈ ബഹളങ്ങൾക്കും ഇടതുപക്ഷത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിനും അത്ര പെട്ടെന്നൊന്നും അന്ത്യമുണ്ടാകാൻ പോകുന്നില്ല. കാരണം തോൽവി സമ്മതിക്കാൻ അവർക്ക് നല്ലോണം മടിയാണ്. അവർ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടേയില്ല.
കേട്ടല്ലോ. വരാനിരിക്കുന്ന കൗൺസിൽ യോഗങ്ങൾ അത്യന്തം ചൂടേറിയ ചർച്ചകൾക്കും വൻ നിയമ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP ഭരണസമിതി അസ്ഥിരപ്പെടുത്താൻ ഇടത് സിൻഡിക്കേറ്റുകൾ എത്രത്തോളം ശ്രമിക്കുമോ അത്രത്തോളം ശ്രമിക്കട്ടെ. അവർ എത്രയൊക്കെ ശ്രമിച്ചാലും ജനങ്ങളുടെ പിന്തുണയോടെ അതിനെല്ലാം BJP എന്തായാലും നെഞ്ചിറപ്പോടെ തന്നെ നേരിട്ടിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കഴിഞ്ഞ ദിവസം സംഭവിച്ചതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.